ഇഡലിക്കട എന്ന് പറയുന്ന ധനുഷ് നായകനായി വന്ന സിനിമ ഇന്നാണ് റിലീസായത്. സോ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെ മൂവിയിലുണ്ട്. വളരെ ക്രിഞ്ചായിട്ടുള്ള ഒരു മൂവിയാണ് എന്ന് വിചാരിച്ചാണ് ഈ ഒരു മൂവിക്ക് കയറിയത്. പക്ഷേ ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. ഈ ഒരു സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് രാജ് കിരണാണ്. കുറേ നേരം സിനിമയിലില്ലെങ്കിൽ പോലും ആ ഒരു പ്രസൻസ് നല്ല രീതിയിൽ ആ ഒരു ഇമോഷൻസ് നമുക്ക് ആ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ വിജയം. അതിൻ്റെ കൂടെ തന്നെ ധനുഷിൻ്റെ ക്യാരക്ടറും ധനുഷിൻ്റെ അച്ഛനാണ് രാജ് കിരൺ. സോ രാജ് കിരണിൻ്റെ വലിയൊരു ഇമോഷനാണ് ഈ ഒരു ഇഡലിക്കട എന്ന് പറയുന്നത്. സോ ആ ഒരു കടയ്ക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ സഡൻലി ഈ ഒരു ക്യാരക്ടർ ധനുഷിൻ്റെ ക്യാരക്ടറിൻ്റെ ഐഡിയോളജി വേറെയാണ്. അദ്ദേഹത്തിന് ഈ ഒരു പൈസ ഉണ്ടാക്കണം, വെളിയിൽ പോകണം, ഐ മീൻ മദ്രാസിൽ പോകണം, അങ്ങനെ പൈസ ഉണ്ടാക്കണം, ഈ ഒരു ഗ്രാമത്തിൽ തന്നെ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ചേഞ്ച് ആവുന്നൊരു സമയമുണ്ട്. അതാണ് ഈ ഒരു മൂവിയുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ അദ്ദേഹം ഈ ഒരു ഇഡലിക്കട ഏറ്റെടുക്കുന്നു. പിന്നെ വരുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയിൽ ക്രിഞ്ചായിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ അതൊരു പരിധി കൂടുതലും GV പ്രകാശിനെ കൊണ്ടും ധനുഷിൻ്റെ ഡയറക്ഷൻ കൊണ്ടും ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. സോ ഈ ഒരു സിനിമ കൂടുതലും ഈ ഒരു ഇഡലിക്കട കോൺസെൻട്രേറ്റ് ചെയ്താണ്. സോ ഒരു ഇഡലിക്കടയിലുള്ള ആ ഒരു ഇമോഷൻസ്, ഈ ഒരു ധനുഷിൻ്റെ ക്യാരക്ടറിനും ആ രാജ് കിരണിൻ്റെ ക്യാരക്ടറിനുള്ള ഇമോഷൻസ് നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയൊരു പോസിറ്റീവാണ്.